CPM നേതാവായിരുന്ന വി കുഞ്ഞികൃഷ്ണൻ UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-ൽ കൂട്ട നടപടിക്ക് നീക്കം. രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ അപഹരണം നടന്നുവെന്ന് ആരോപിച്ച് CPM വിട്ട് UDF സ്വതന്ത്രനായി മത്സരിച്ച വി കുഞ്ഞികൃഷ്ണന് പാർട്ടിക്കകത്ത് നിന്ന് സഹായം കിട്ടിയെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് CPM കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്. മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും നിലവിൽ ബ്രാഞ്ച് അംഗവുമായ പയ്യന്നൂരിലെ ടി പുരുഷോത്തമനെ ആദ്യപടിയെന്ന നിലയിൽ പുറത്താക്കി. വി കുഞ്ഞികൃഷ്ണനോട് അനുഭാവം പുലർത്തുന്ന വ്യക്തിയാണ് ടി പുരുഷോത്തമൻ. വി കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പുരുഷോത്തമൻ പങ്കെടുത്തിരുന്നു. വിശദീകരണം ചോദിച്ചെങ്കിലും മറുപടി തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോഴത്തെ നടപടി. 3 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ കൂടുതൽ പേർക്കെതിരെ അടുത്ത ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ ചില ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെയും പാർട്ടി അംഗങ്ങളുടെയും പേരിൽ നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. കുഞ്ഞികൃഷ്ണൻ്റെ ഭാര്യ കോമളവല്ലിക്കെതിരെ നടപടിയെടുക്കാൻ നേരത്തെ ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് ശുപാർശ നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ടി പുരുഷോത്തമൻ്റെ മാവിച്ചേരിയിലെ വീട് ആക്രമിച്ചിരുന്നു. രാത്രി 12:30 നടന്ന ആക്രമണത്തിൽ വീടിൻ്റെ ജനൽ ചില്ല് തകർക്കുകയും മുറ്റത്ത് നിർത്തിയിട്ട കാറിന് തീയിടുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ CPM-ന് പങ്കില്ലെന്ന് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പറഞ്ഞെങ്കിലും 5 DYFI പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂരിൽ നടന്ന വി കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ വിരോധമായിരിക്കാം അക്രമത്തിന് പിന്നിലെന്ന് ടി പുരുഷോത്തമൻ പ്രതികരിച്ചിരുന്നു. രാഷ്ട്രീയ മുഖം മൂടിയുള്ള സമൂഹ വിരുദ്ധരാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു. പയ്യന്നൂരിലെ പാർട്ടിക്കെതിരായി ആസൂത്രിത ഗൂഢാലോചന നടത്തുകയും പാർട്ടി വിരുദ്ധ ശക്തികളെ സഹായിക്കുകയും ചെയ്തതായി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിനാലാണ് AKG ഭവൻ ബ്രാഞ്ച് അംഗം ടി പുരുഷോത്തമനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് നേതൃത്വത്തിൻ്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയൂ, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,